Hello, this is Python Malayalam tutorials. Python Malayalam ട്യൂട്ടോറിയലുകളിലേക്ക് വീണ്ടും സ്വാഗതം. ഈ വീഡിയോയിൽ നമ്മൾ PyQt4 ഉപയോഗിച്ചുകൊണ്ട് ഒരു ഫോം ലേഔട്ട് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം എന്നുള്ളതാണ്. എന്താണ് ഫോം ലേഔട്ട്? നിങ്ങൾക്കറിയാം, പല ആപ്ലിക്കേഷനുകളിലും സോഫ്റ്റ്വെയറുകളിലും അല്ലെങ്കിൽ വെബ് ആപ്ലിക്കേഷൻസിലൊക്കെ ആളുകളുടെ നെയിം, അഡ്രസ്സ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ചോദിക്കുന്ന ഫോമുകൾ ഉണ്ടാവും. അതിനൊരു നെയിം ഒരു ഭാഗത്ത്, അതിൻ്റെ ഇൻപുട്ട് കൊടുക്കാൻ മറ്റൊരു ഭാഗം, അങ്ങനെ രൂപത്തിൽ അവയെ ക്രമീകരിച്ചിരിക്കുന്നതായിട്ട് കാണാം. ആ ഒരു ലേഔട്ടാണ് PyQt4ലെ ഫോം ലേഔട്ട്. സോ അതെങ്ങനെ ക്രിയേറ്റ് ചെയ്യാം എന്നുള്ളതാണ്. ഇത് നമ്മുടെ ബേസിക് ഫ്രെയിം വർക്കാണ്, വിൻഡോ. സോ നമുക്ക് സെറ്റ് ഫിക്സ്ഡ് സൈസ് എന്നുള്ള ഇത് ഒഴിവാക്കാം. ഓക്കെ, അപ്പോൾ നമ്മുടെ ലേഔട്ട് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം? സിമ്പിൾ. ലേഔട്ട് ഈക്വൽ ടു QtForm layout. ഫോം ലേഔട്ട്. ഓക്കെ, നമുക്ക് സെൽഫ് പാസ് ചെയ്യാം. സെൽഫ് ഡോട്ട് സെറ്റ് സ്റ്റൈൽ ഷീറ്റ് നമ്മൾ ഇവിടെ കൊടുത്തു. നമുക്കിനി ലേഔട്ട് അതിന് സെറ്റ് ചെയ്യാം. ഓക്കെ, സെറ്റ് ലേഔട്ട് ഏതാണ്? നമ്മുടെ ലേഔട്ട്. അപ്പോൾ നമ്മുടെ വിൻഡോ ഒബ്ജക്റ്റ് ആണ് സെൽഫ്. ആ വിൻഡോ ഒബ്ജക്റ്റ് ലേഔട്ടായിട്ട് നമ്മൾ QForm ലേഔട്ട് സെറ്റ് ചെയ്തു. നമ്മൾ റൺ ചെയ്ത് കഴിഞ്ഞാൽ പ്രത്യേകിച്ചൊന്നും കാണില്ല. ഓക്കെ, ഇനി നമ്മൾ അതിലേക്ക് ആഡ് ചെയ്യും ലേബൽ ഈക്വൽ ടു qtgui ഡോട്ട് qlabel നെയിം ഒബ്ലിഗേറ്ററി സെൽഫ്. ഓക്കെ, അപ്പോൾ ഇത് നമ്മുടെ നെയിം എന്ന് പറയുന്ന ലേബലാണ്. ഇത് നമ്മൾ നെയിമിൻ്റെ ഒരു എഡിറ്റ്, ലേബൽ എഡിറ്റ്, നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും പേര് കൊടുക്കാവുന്നതാണ്. അത് ലൈൻ എഡിറ്റ് ടെക്സ്റ്റാണ്, നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതിൽ നമ്മൾ സെൽഫ് ആഡ് ചെയ്യുന്നു. ഇനി നമ്മുടെ ലേഔട്ട് ഡോട്ട് ആഡ് റോ. ഓക്കെ, അതായത് ഫോം ലേഔട്ടിൽ നമ്മളൊരു റോ ആയിട്ടാണ് ആഡ് ചെയ്യുന്നത്. ആഡ് റോയിൽ നമ്മൾ ആദ്യം അതിൻ്റെ ലെഫ്റ്റ് സൈഡിലുള്ള നെയിം എന്ന് പറയുന്ന സെക്ഷനും പിന്നെ റൈറ്റ് സൈഡിലുള്ള ഫീൽഡ് അഥവാ ലൈൻ എഡിറ്റും കൂടി ആഡ് ചെയ്തിട്ടാണ് നമുക്ക് നോക്കാം. ആ രൂപത്തിൽ നമ്മൾ ആഡ് റോ ഉപയോഗിക്കുന്നത്. ആഡ് റോ എവിടെയാണ് നെയിം, പിന്നെ ടെക്സ്റ്റ് ഫീൽഡ്. ഓക്കെ, റൺ ചെയ്ത് നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് കാണാം, ഒരു ഭാഗത്ത് നെയിമും ഒരു ഭാഗത്ത് ടെക്സ്റ്റ് ഫീൽഡും. ഇനി നമുക്ക് മറ്റൊരു രൂപത്തിൽ അതിനെ LBL2 ഈക്വൽ ടു qtgui, നമുക്ക് ഇതേ ലൈൻ തന്നെ കോപ്പി ചെയ്യാം. LBL2 LED2 ഇവിടെ നമ്മൾ അഡ്രസ് കൊടുത്തു. നിങ്ങൾക്ക് അതിൻ്റെ ഫോം നിങ്ങൾക്ക് മനസ്സിലാകും, ലെഫ്റ്റ് റൈറ്റ് ആ രൂപത്തിൽ ഓരോ റോയിലും ഒരു നോട്ടും അതുപോലെ തന്നെ അതിൻ്റെ ഒരു ഫീൽഡുമാണ്. അതിങ്ങനെ അറേഞ്ച് ചെയ്ത് തരും. സോ നമുക്കിനി പിന്നെ താഴെയായിട്ട് അഡ്രസ്സ് നമ്മൾ ആഡ് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ട് ഇതൊരു ടെക്സ്റ്റ് എഡിറ്റ് ആയിരിക്കുമല്ലോ. കാരണം അഡ്രസ്സിന് ഒരു ലൈന് പകരം ഒരു ടെക്സ്റ്റ് എഡിറ്റാണ് കുറച്ചുകൂടി നന്നാവും. അപ്പോൾ നിങ്ങൾക്ക് കാണാം അഡ്രസ്സിന് നേരെയുള്ള ഫീൽഡ് വളരെ വലുതായിട്ട് നിൽക്കും. ഓക്കെ, ഇനി നമ്മൾ അതിന് താഴത്ത് നിങ്ങൾക്ക് വേറെ രൂപത്തിലും ഒരു റോ ആഡ് ചെയ്യാം. ഫോർ എക്സാമ്പിൾ, നമ്മളൊക്കെ ഇവിടെ ലേബൽ എന്ന് പറയുന്ന ഈ ഒരു സംഗതി ഉപയോഗിച്ച് നിങ്ങൾക്ക് ലേബൽ ഇല്ലാതെ ഇത് യൂസ് ചെയ്യാം വളരെ എളുപ്പത്തിൽ. സോ LED3 ഈക്വൽ ടു qtgui ഡോട്ട് q ലൈൻ എഡിറ്റ് ആയിക്കോട്ടെ. സോറി, നമ്മൾ ലൈൻ എഡിറ്റ് നമ്മൾ ലേബലിന് പകരം ലൈൻ എഡിറ്റ് ആണ് ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ലൈൻ എഡിറ്റ് മാത്രമേ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളൂ, അതിൻ്റെ നെയിം എടുത്തിട്ടില്ല. നമ്മൾ ലേഔട്ട് ഡോട്ട് ആഡ് റോ. നമ്മൾ ആദ്യം എന്താ ചെയ്തിരുന്നത്? ഇതുവരെ ആദ്യം ലേബലിൻ്റെ ഒരു വിഡ്ജറ്റും പിന്നെ എഡിറ്റ് ബോക്സിൻ്റെ ആണ് എടുത്തത്. ഇപ്രാവശ്യം നമ്മൾ ലേബൽ വിഡ്ജറ്റിന് പകരം ജസ്റ്റ് നമ്മുടെ സ്ട്രിങ് അങ്ങോട്ട് ടൈപ്പ് ചെയ്യണം കൊട്ടേഷനിൽ. എന്നിട്ട് ഇങ്ങേ സൈഡിൽ നമ്മൾ നമ്മുടെ ഫീൽഡ് ആഡ് ചെയ്തു. നമ്മൾ റൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കാണ് റെസിഡൻഷ്യൽ അഡ്രസ് എന്ന് പറഞ്ഞിട്ട് അതുപോലെ തന്നെ വന്നിട്ടുണ്ട്. അപ്പോൾ ലേബലായിട്ട് തന്നെ ഇത് ചെയ്യണമെന്നില്ല, നമുക്ക് ജസ്റ്റ് ഒരു സ്ട്രിങ് ആഡ് ചെയ്താൽ തന്നെ ആ രൂപത്തിലും ആഡ് റോ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് ഒരു റോ ആഡ് ചെയ്യാവുന്നതാണ്. നമുക്കതിന് താഴെ ഒരു ബട്ടൺ ആഡ് ചെയ്ത് നോക്കാം. പുഷ് ബട്ടൻ്റെ പേര് ബട്ടൺ സെൽഫ്.
അതും ലേഔട്ട് ഡോട്ട് ആഡ് റോ എന്നിട്ട് നമ്മൾ ബട്ടണിന് നേരെ ആഡ് ചെയ്തു. നിങ്ങൾക്ക് റൺ ചെയ്ത് കഴിഞ്ഞ് കാണാം അത് മുഴുവനായിട്ടുള്ള ഏരിയയിൽ അത് നിൽക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇവിടെ എഴുത്തൊന്നും വേണ്ട, ഇവിടെ ബട്ടൺ ഇതിന് ചുവട്ടിൽ വേണമെന്നുണ്ടെങ്കിൽ എങ്ങനെ ചെയ്യാം? സിമ്പിൾ, ജസ്റ്റ് ഒരു ബ്ലാങ്ക് സ്ട്രിങ് ആഡ് ചെയ്യുക, എന്നിട്ട് റൺ ചെയ്ത് കഴിഞ്ഞാൽ ബട്ടൺ ഇതിൻ്റെ ചുവട്ടിൽ വന്ന് നിൽക്കും. ഇനി നിങ്ങൾക്ക് ഈ ലേഔട്ടിൻ്റെ ഇടയിലുള്ള സ്ഥലങ്ങൾ സെറ്റ് സ്പേസുകൾ, സെറ്റ് ഹൊറിസോണ്ടൽ സ്പേസിങ് ഒരു 100 കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം ഇവയ്ക്കിടയിലുള്ള ഗ്യാപ്പ് വർദ്ധിച്ചു അല്ലേ. നമ്മൾ വലുതാക്കുമ്പോഴും ചെറുതാക്കുമ്പോഴൊക്കെ ഇടയിലുള്ള ഗ്യാപ്പ്, ഇത്രയും ഗ്യാപ്പ് അത് ആഡ് ചെയ്തു. പിന്നെ ഇനി നിങ്ങൾക്ക് അതിന് വെർട്ടിക്കലായിട്ടുള്ള സ്പേസ് ചേഞ്ച് ചെയ്യണമെങ്കിൽ അതിനുണ്ട്. സെറ്റ് വെർട്ടിക്കൽ സ്പേസിങ് ഒരു 20 ആഡ് ചെയ്ത് നോക്കാം. നിങ്ങൾക്ക് കാണാം അതിൻ്റെ ഇടയിലുള്ള ഗ്യാപ്പുകൾ ഇൻക്രീസ് ചെയ്തു, ഓരോ വിഡ്ജറ്റിന് ഇടയിലുള്ള ഗ്യാപ്പുകൾ ഇൻക്രീസ് ചെയ്തു. ഇനി നമ്മുടെ ലേഔട്ടിൽ എത്ര കോളംസ് അല്ലെങ്കിൽ ഒക്കെ ഉണ്ടെന്ന് അറിയാൻ ലേഔട്ട് ഡോട്ട് കൗണ്ട് എന്ന് പറയുന്ന ഒരു മെത്തേഡ് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. പ്രിന്റ് ചെയ്താൽ നമുക്ക് 7 എന്ന് കാണാം. എങ്ങനെ 7 വന്ന്? 1 2 3 4 5 6 7 ആളുകൾ അതിൻ്റെ ഉള്ളിൽ റെഡി ആയിട്ടുണ്ട്. ഇനി എത്ര റോ ഉണ്ട് എന്ന് അറിയാൻ ലേഔട്ട് ഡോട്ട് റോ കൗണ്ട് എന്ന് പറയുന്ന ഒരു മെത്തേഡ് യൂസ് ചെയ്യാം. പ്രിന്റ് ചെയ്ത് കഴിഞ്ഞാൽ 4 എന്ന് കാണാം. 1 റോ 2 റോ 3 റോ 4ാമത്തെ ബട്ടണിൻ്റെ റോ 4 റോസ് ഉണ്ട് എന്നുള്ളത് അറിയാം. സോ അതാണ് ഫോം ലേഔട്ട്. ഫോം ലേഔട്ട് ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് ഫോമുകൾ, അഡ്രസ്സ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഇൻപുട്ട് ലഭിക്കാൻ വേണ്ടി ഉപയോഗിക്കാവുന്നതാണ്. സോ ദാറ്റ്സ് ഓൾ ഇൻ ദിസ് വീഡിയോ. ഐ ഹോപ്പ് യു ഗോട്ട് സംതിങ് ഫ്രം ദിസ് വീഡിയോ. കൂടുതൽ പൈത്തൺ ട്യൂട്ടോറിയലുകൾക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണേ. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ഗുഡ് ബൈ.